ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ രാവിലെ വട്ടയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല സൂപ്പർ ഒരു വട്ടയപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തലേദിവസം അരിയും തേങ്ങയും പഞ്ചസാര ഈസ്റ്റും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ എണീറ്റ് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം എടുത്തത് ഇതൊന്ന് കലക്കി യോജിപ്പിക്കുകയാണ്. എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്താണ് നമ്മൾ രാവിലെ അരച്ച് വെക്കുന്നത്. അതിന് ശേഷമാണ് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനിപ്പം ഏലക്കയും ജീരകമാണ് പൊടിച്ചിട്ടത്. അതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അപ്പത്തട്ടും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. പാത്രം വെക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ തടവി ശേഷമാണ് കേട്ടോ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഒരു പകുതിയോളം ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടത് പൊങ്ങി വരും. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പത്തിന് നല്ല കട്ടിയായി പോകും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതിങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കണം. അപ്പം നല്ലൊരു ഭംഗിയുമായിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ പഴം കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ആയിരിക്കുമേ. അപ്പോൾ ഞാനതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാവേ. അപ്പോൾ ഞാൻ തലേദിവസം അരിവെള്ളത്തിലിട്ടതും അരിയുടെ കൂടെ എന്തൊക്കെയാണ് ചേർത്തെന്നുള്ളതൊക്കെ ഞാൻ വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ടിടാം. ഇപ്പം ഞാനത് തലേദിവസം ഇട്ടിട്ട് രാവിലെ അരച്ചിട്ടാണ് കേട്ടോ ഇതിപ്പം വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ടത് വെന്ത് കഴിയുമ്പോൾ ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണെന്നുള്ളത് നമുക്ക് അന്നേരം അറിയാം. അപ്പോൾ ആവിയൊക്കെ വന്ന് അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിത് മുറിച്ചിട്ട് ഒരു 4 പീസായിട്ട് ഞാനിത് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട അപ്പോൾ എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയേ. നല്ല ടേസ്റ്റുമായിരുന്നു. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഈസ്റ്റ് ചേർത്ത അപ്പം കിട്ടാറില്ലേ, വട്ടയപ്പം കിട്ടാറില്ലേ, അതേ മെത്തേഡിലുള്ള അപ്പമാണ് കേട്ടോ. നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം അത്. അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ട് അത് റൗണ്ടിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വേറൊരു ഈ വലിപ്പത്തിലുള്ളത് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ടും എണ്ണ തടകിയിട്ട് മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ 4 പീസായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ റൗണ്ടിൽ എടുത്തെങ്കിൽ അത് ഞാൻ മുറിച്ചിട്ടില്ല. അപ്പോൾ ഇതുണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ ഒഴിക്കാനുള്ള മാവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് വെന്തിട്ട് 4 പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണേ. 4 പീസായിട്ട് അത് മുറിച്ച് വെച്ചതാണ്. അത് മുറിച്ച് വെച്ചത് നമുക്ക് പാത്രത്തിൽ നിന്ന് തട്ടിയെടുക്കുമ്പോൾ തന്നെ അടിയിലൊന്നും പിടിക്കുകയൊന്നുമില്ല. ഒട്ടി പിടിക്കത്തില്ല. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടതേ പാത്രത്തിൽ നിന്ന് നമ്മൾ എടുത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഇളകി പോരുകയും ചെയ്യും. നല്ല സോഫ്റ്റ് അപ്പമാണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്ക്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലൊന്ന് പോകണമായിരുന്നു. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. രാവിലെ മഴയൊന്നുമില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ തന്നെ നല്ലൊരു ഉത്സാഹം തോന്നുന്നുണ്ട്. കാര്യം വെച്ചാൽ മഴയാണെങ്കിൽ പിന്നെ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ട് പോകണം. കാര്യേ മടിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മഴക്കോട്ട് ഇടുന്നത്. ഹെൽമെറ്റ് പിന്നെയും കുഴപ്പമില്ല, അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ മഴയത്ത് യാത്ര ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും പറയും മഴയാണെങ്കിൽ എനിക്ക് പോകാൻ തന്നെ മടിയാണ്. അപ്പോൾ ഇന്ന് വലിയ പ്രശ്നമില്ല കേട്ടോ. നല്ല തെളിഞ്ഞ കാലാവസ്ഥ. അപ്പോൾ പോകാനും ഒക്കെ ഒരു ഉത്സാഹമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചുള്ളങ്ങനെ അമ്പലത്തിലും പോകണം, പിന്നെ മാരാരിക്കുളത്തൊക്കെ പോകണേ. അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്ന് കേട്ടോ. വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ്. അടുക്കള വിശേഷങ്ങളാണ് കേട്ടോ ഇനി. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിവിടെ നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് തന്നെ റോഡിൽ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീനുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാക്കുറിച്ചിലില്ലേ, പാക്കുറിച്ചിലെന്ന് പറയും. പിന്നെ 2 സൈസ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ. രണ്ടും കുറിച്ച് തന്നെയാണ്. പലതിനും പല പേരാണ്. ഞാനിങ്ങനെ മീനിൻ്റെ പേര് പറയുമ്പം കമൻറ്റിൽ ഞാൻ വായിക്കാറുണ്ട്, ഈ മീനിൻ്റെ പേരൊന്നും അറിയില്ലെന്നൊക്കെ ഓരോരുത്തർ പറയും. അപ്പോൾ ഈ കാണുന്നത് ചെറിയ കുറിച്ചി എന്ന് പറയും. ഇത് നമുക്ക് വറുക്കാനേ പറ്റത്തുള്ളൂ. ഇത് കറിക്കൊന്നും പറ്റത്തില്ല കേട്ടോ. ഈ കാണുന്ന കുറിച്ചി ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ അത് ആദ്യം ഞാൻ കാണിച്ചത് പാക്കുറിച്ചിലാണ്. അത്
എന്ന് വെച്ചെന്നാൽ നമുക്ക് തേങ്ങ അരച്ചുള്ള കറിയില്ലേ, മീൻ കറി, അത് വയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. കുടംപുളിയൊക്കെ ഇട്ടിട്ട് വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അമ്മ 2 തരത്തിലുള്ള മീനില്ലേ, അപ്പോൾ ഒരെണ്ണം ഞാൻ ക്ലീനാക്കി തരാമെന്നും പറഞ്ഞിട്ട് മോൾ പാക്കുറിച്ചിൽ വെട്ടുന്നുണ്ട്. അപ്പം അതവിടെ വെച്ചിട്ടുണ്ട്. ആ കുറിച്ചിൽ ഞാൻ വെട്ടാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് മോൾക്ക് പോകണ്ടാത്ത ദിവസമാണ് കേട്ടോ. മോൾ വീട്ടിലുള്ള ദിവസമാണിന്ന്. മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുക്കളയിലുണ്ട്. ക്ലാസ് ഇല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് സഹായിച്ചൊക്കെ തരാറുണ്ട്. അപ്പോൾ ആ മീൻ വെട്ടി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ മീനെല്ലാം ക്ലീനാക്കി തന്നതെല്ലാം തേച്ച് കഴുകി അരച്ച് ഒക്കെ എടുത്തിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കുറിച്ചിലാണ് കറിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചെറിയ കുറിച്ചിൽ, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ കണ്ട കറി നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കുടംപുളി ഇട്ടൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ച് മീനെല്ലാം ഒന്ന് പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇതേ ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തേതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് അടുത്തതും കൂടെ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ വെണ്ടയ്ക്കായും കൂടെ മെഴുക്ക് പുരട്ടി എടുത്ത് അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിക്കാനുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ കാര്യമൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. 5 മണിക്ക് വീഡിയോ വരുമെന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് ആ സമയത്ത് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല, നെറ്റിൻ്റെ പ്രോബ്ലം ഭയങ്കരമായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് രാത്രിയിൽ തന്നെ ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഊണെല്ലാം കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ റോഡേ കൂടെ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഉള്ളിയും കൊണ്ടുവന്ന് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 കിലോ എന്നൊക്കെ പറഞ്ഞ് ഉള്ളി 4 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മുരിങ്ങക്കോലുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. 5 മുരിങ്ങക്കോല്, അത് 20 രൂപ. പിന്നെ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.